രണ്ടാമത്തെ കപ്പലപകടം കഴിഞ്ഞ് കുറച്ച് ദിവസമാവുന്നതേയുള്ളൂ. ബേപ്പൂരിന്റെ പുറംകടലിലാണ് അപകടത്തിൽപ്പെട്ടത്. സിംഗപ്പൂർ കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി തുടരുന്ന യജ്ഞമാണ്. വിദഗ്ധ സംഘം വാൻഹായ് 503 കപ്പലിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ വടവും ടഗ് ബോട്ടിലൊക്കെ കെട്ടി അത് കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം ഒരു തീരത്തെയും ഇത് ബാധിക്കരുത് എന്നുള്ളതിനുള്ള പരിശ്രമങ്ങളാണ്. അപ്പോൾ കപ്പലിൽ നിന്ന് കാണാതായിട്ടുള്ള 4 പേരുടെ കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്കയുള്ളത്. അവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്ത് സംഭവിച്ചു എന്നതിൽ പോലും യാതൊരു ധാരണയുമില്ല. കടലിൽ ചാടിയിരുന്നു എല്ലാവരും എന്നുള്ള നിഗമനത്തിലൊക്കെയാണ്. പക്ഷേ 18 പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. അവരിപ്പോഴും ചികിത്സയിലാണ്. ബേപ്പൂരിൽ നിന്ന് 162 കിലോമീറ്റർ അകലെയാണ് ഈ പുറംകടലിലുള്ള കപ്പലിനെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡും നാവികസേനയും ഒക്കെ അതിന്റെ ശ്രമത്തിലാണ്. നാളെയോടെ കൂടുതൽ കപ്പലുകൾ രക്ഷാദൌത്യത്തിനായി എത്തും എന്നൊക്കെയാണ് വിവരം. കപ്പൽ എന്തായാലും 10 ഡിഗ്രിയിലേറെ ചെരിഞ്ഞൊരു സാഹചര്യത്തിലാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴാനും താപവാതക അപകടങ്ങൾക്കുള്ള സാധ്യതകളും ഒക്കെ ഏറെയാണ്. അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കും എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ആ തരത്തിലാണ് 2 കപ്പലുകളുടെയും കാര്യങ്ങളുള്ളത്.